നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സന്ദീപ് ജോർജ് വില്ലോത്ത്. TMM ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. പേസ് മേക്കർ എന്ന് പറയുന്നത് ഒരു ബാറ്ററി റൺ ഡിവൈസാണ്. ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അത്രയും തന്നെ ഉള്ള ഒരു ഡിവൈസാണ് ഈ പേസ് മേക്കർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴുത്തലിൻ്റെ താഴെയായിട്ട്, പൊതുവേ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്, ഒരു പോക്കറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യും ഒരു സർജിക്കൽ ഇൻസിഷൻ വഴി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഡിവൈസ് കയറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു രക്തധമനിക്കുള്ളിൽ നമ്മൾ 2 വയറിങ് കയറ്റി ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലെ താഴത്തെ ചേമ്പറും മേളത്തെ ചേമ്പറുമായിട്ട് വയറിങ് ചെല്ലും. പിന്നെ ഹാർട്ടിൻ്റെ മിടിപ്പ് എപ്പോഴേലും 60-ന് താഴെ പോകുന്നുണ്ടെങ്കിൽ പേസ് മേക്കർ ഈ പറയുന്ന ഹാർട്ടിൻ്റെ മിടിപ്പ് ടേക്ക് ഓവർ ചെയ്യും. അതാണ് ബേസിക്കായിട്ട് പേസ് മേക്കറിൻ്റെ ഫങ്ഷൻ. ഇനിയും പേസ് മേക്കർ ഏതെല്ലാം തരമുണ്ട്? 2016 മുമ്പായിട്ട് വരെ പൊതുവെ എല്ലായിടത്തും കൺവെൻഷണൽ പേസ് മേക്കേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ ഡിവൈസ് പോക്കറ്റിൽ പോലെ ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് 2 വയറുകൾ ഹാർട്ടിലോട്ട് ചെന്ന് അതാ കൺവെൻഷണൽ പേസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ തരം ഇപ്പം 2016 മുതൽ FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ് ഡിവൈസസാണ് ഈ പറയുന്ന ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ കാലയിലെ രക്തക്കുഴൽ വഴി നമ്മൾ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലെ ചേമ്പറിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിവൈസാണ് ഈ ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കൺവെൻഷണൽ പേസ് മേക്കേഴ്സിനെക്കാട്ടിലും പ്രൊസീജിയർ കോസ്റ്റും ഈ ഡിവൈസ് കോസ്റ്റും കൂടുതലാണെങ്കിലും റിക്കവറി പീരിയഡും ഇൻഫെക്ഷൻ്റെ കുറവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡിവൈസിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴും ലീഡ്ലെസ് പേസ് മേക്കേഴ്സിനാണ്. കൺവെൻഷണൽ പേസ് മേക്കേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കി ഒരു പോക്കറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൺവെൻഷണൽ പേസ് മേക്കേഴ്സ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹീലിംഗ് ടൈം, ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ, ഇതൊക്കെ ഈ കൺവെൻഷണൽ പേസ് മേക്കേഴ്സിന് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇൻഫെക്ഷൻ്റെ സാധ്യത, ഹീലിംഗ് ടൈം, ഇതെല്ലാം നമുക്ക് ഈ ലീഡ്ലെസ് പേസ് മേക്കേഴ്സിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ എല്ലാ പേസ് മേക്കേഴ്സിൻ്റെയും ലൈഫ് ടൈം എന്ന് പറയുന്നത് പൊതുവെ 10 to 12 years ആണ്. അതിപ്പോൾ ലീഡ്ലെസ് ആണെങ്കിലും കൺവെൻഷണൽ പേസ് മേക്കേഴ്സ് ആണെങ്കിലും. കൺവെൻഷണൽ പേസ് മേക്കേഴ്സിൽ എല്ലാ രോഗികളും ചോദിക്കുന്നത് ഇത് വെച്ച് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതശൈലിയിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വരുത്തണം എന്നുള്ളതാണ്. ആദ്യത്തെ കുറച്ച് നാൾ, അതായത് ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൈ പൊക്കുന്നത് ഷോൾഡർ ലെവലിൻ്റെ മുകളിൽ പൊക്കല്ലെന്ന് പറയും. അത് ബേസിക്കലി ആ വൂണ്ട് ഹീലിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ പിന്നെ മൊബൈൽ ഫോൺസ് ഈ സൈഡിൽ പിടിക്കില്ല എന്ന് പറയും. രണ്ടാമത് ട്രാൻസ്ഫോമേഴ്സ് പോലത്തെ മാഗ്നറ്റിക് ഡിവൈസസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയും. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പേസ് മേക്കേഴ്സിൻ്റെ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ID കാർഡ് പോലത്തെ ഒരു കാർഡ് തരും. അപ്പോൾ അബ്രോഡൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പേസ് മേക്കറിൻ്റെ കാർഡ് കൈ കൊണ്ട് നടക്കണമെന്നാണ് പറയുന്നത്. ഈ ലീഡ്ലെസ് പേസ് മേക്കേഴ്സിന് ഈ തരം ആവശ്യങ്ങളൊന്നും വരുന്നില്ല, ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ വെക്കുന്ന കൺവെൻഷനിലാണെങ്കിലും ലീഡ്ലെസ് പേസ് മേക്കേഴ്സ് ആണെങ്കിലും എല്ലാം MRI കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിവൈസസ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴേലും MRIയോ CTയോ വല്ലതും ആവശ്യം വരികയാണെങ്കിലും അതൊരു റെസ്ട്രിക്ഷനായി മാറുന്നില്ല. ഞാൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻ. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്, ഹൈക്കോടതിയിലെ വക്കീലാണ്. അപ്പം ഞാൻ യാതൊരു പ്രശ്നമില്ലാതെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യുകയാണ്. ഞാൻ ഈയിടയ്ക്കൊരു ദീർഘയാത്ര, അതായത് ഡൽഹി വരെ ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരീരത്തിലൊരു ക്ഷീണവും ഒരു നെഞ്ചിടിപ്പും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഡോക്ടറായതുകൊണ്ട് അപ്പോൾ തന്നെ വീട്ടിൽ വെച്ച് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തിയപ്പം പൾസ് വളരെ ലോ ആയെന്ന് പറഞ്ഞു. പേസ് മേക്കർ വെച്ചത് എൻ്റെ തൊടയിലെ ഒരു ചെറിയൊരു സ്റ്റിച്ചിൻ്റെ മുറിവുണ്ടാക്കി അത് വെയിനിൽ കൂടി ആണ് ഇത് വെച്ചത്. എന്നെ ഇത്ര ശ്രദ്ധാപൂർവ്വം ചികിത്സിച്ച ഈ മാത്യു ഡോക്ടറോടും സാജൻ ഡോക്ടറോടും അതുപോലെ തന്നെ ഈ ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫിനോടും ആശുപത്രിയുടെ മാനേജ്മെൻറ്റിനോടും ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്ര നൂതനമായ ഒരു ചികിത്സാ സമ്പ്രദായം എനിക്ക് ഉപദേശിച്ച് തന്നതിനും അത് വിജയകരമായി എന്നിൽ പ്രവർത്തിക്കാൻ അവർ ഇടവരുത്തിയതിനും അവരോടെല്ലാം ഞാൻ പ്രത്യേകം നന്ദിയോടെ പറയാം. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, എനിക്കൊരു പ്രത്യേക ശ്രദ്ധ കിട്ടിയത് എന്നാന്ന് വെച്ചാൽ, ഈ ഡോക്ടർമാർ 2 പേരും സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ കൂട്ട് എൻ്റെ കൂടെ നിന്ന് നോക്കി. അതെനിക്ക് ഭയങ്കര റിലീഫായിരുന്നു. എൻ്റെ മോൻ മക്കളാരും സ്ഥലത്തില്ലായിരുന്നു, ശരിക്കും ഇവരാ എന്നെ കെയർ ചെയ്ത്. അതിൻ്റെ അകത്ത് എനിക്ക് ഇവരോട് പ്രത്യേകം നന്ദിയുണ്ട്. അത് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയാൻ പറ്റിയില്ല. അവരൊരു ഡോക്ടർ എന്നതിലുപരിയായിട്ട് എന്നെ ശുശ്രൂഷിച്ചു. ഹായ്, ഞാൻ ഡോക്ടർ സാജൻ അഹമ്മദ്, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്.
നമ്മുടെ ഈ പേഷ്യൻ്റ് ആക്ച്വലി വളരെ ആക്റ്റീവായിട്ടുള്ള 73 ഇയേഴ്സ്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും എല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആളാണ്. ഈവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കട്ടിലിൽ കിടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, എങ്ങനെ ചാടി എഴുന്നേറ്റ് ഓടാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ പേസ് മേക്കറിൻ്റെ, പക്ഷേ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ECG ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫുൾ ഓഫ് ഡോക്ടേഴ്സാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടും ഒരു ഡിസ്കഷൻ, ഞങ്ങൾ ടീമായിട്ട് ഡോക്ടേഴ്സും ഫാമിലി മെമ്പേഴ്സും പേഷ്യൻറ്റുമായിട്ടൊരു ഡിസ്കഷൻ. അപ്പോൾ പേഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് പോകണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ഡിസ്കഷനും കഴിഞ്ഞപ്പോൾ തന്നെ ഫാമിലി പേഷ്യൻ്റ് ഡിസൈഡ് ചെയ്തു എന്തായാലും ഒരു ഏറ്റവും ഇൻവേസീവ്നെസ് കുറവുള്ള ഒരു പ്രൊസീജിയർ, സർജറി ഒഴിവാക്കിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ടാണ് നമ്മൾ ലീഡ്ലെസ് പേസ് മേക്കറിൻ്റെ ഓപ്ഷനിലേക്ക് പോയത്. ആക്ച്വലി പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്ത് പിറ്റേന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഒരു റിവ്യൂവിന് വരണം, അത് കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് എല്ലാം പറഞ്ഞു. പക്ഷേ പേഷ്യൻ്റ് തിരിച്ച് പോയതിൻ്റെ എനിക്ക് തോന്നുന്നു സെയിം ഡേയോ നെക്സ്റ്റ് ഡേയോ തന്നെ പേഷ്യൻ്റ് ഡ്രൈവിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വളരെ ആക്റ്റീവായിട്ടാണ് തിരിച്ച് ഫോളോ അപ്പിന് വന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള. നമ്മുടെ തിരുവല്ല മെഡിക്കൽ മിഷൻ TMM കാർഡിയാക് സെൻറ്റർ നവീകരിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ്സിലാണ് ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വി ഹാവ് എ കോർ ടീം ഓഫ് 5 doctors. 24/7 we have emergency procedures being done here. Any patient who develops chest pain, whether it is day or night, we are here to provide the required services. And we have a dedicated cardiac team. We have a 20-bedded CCU, critical cardiac care ICU, which is available in and then we have 3 echocardiographic technicians, and we have the latest Philips echo machine, and our cath machine, which is also the latest Philips machine. ഇതൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലും കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ TMM കാർഡിയാക് സെൻറ്ററിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അറ്റ് ലോ കോസ്റ്റ് ആൻഡ് പേഷ്യൻ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ കൊടുക്കുക എന്നതാണ് നമ്മുടെ ഒരു മോട്ടീവ്. 24/7 we have functioning cath lab. പേഷ്യൻസ് എമർജൻസി അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നവർക്ക് വിതിൻ 10 to 15 minutes നമുക്ക് കാത്ത് ലാബിൽ എത്തിക്കാനും എമർജൻസി ആൻജിയോപ്ലാസ്റ്റി 24/7 ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്റ്റാൻഡേർഡ്സും നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതല്ലാതെ അതുകൂടാതെ തന്നെ റുട്ടീനായിട്ടുള്ള ഇലക്റ്റീവ് ആൻജിയോഗ്രാമുകളും അതിന് ആവശ്യമുള്ള ആൻജിയോപ്ലാസ്റ്റീസും നമ്മൾ ചെയ്യുന്നു. കൂടെ നമുക്ക് ഫിലിപ്സ് മെഷീനുണ്ട്, കാത്തിൽ എക്കോ ഫിലിപ്സ് മെഷീനാണ്. വി ഹാവ് എൻ IVUS ഇൻ്റഗ്രേറ്റഡ് കാത്ത് ലാബ് machine here. Then we perform all sorts of cardiac interventions, including pacemakers, ICDs, cardiac resynchronization therapies. Then heavily calcified lesions, we have rota backup, and then IVUS and OCT imaging based procedures are being done here. So നമ്മുടെ ഇവിടെ the team of 5 doctors like Dr. Sajan and Dr. Jairam Reddy, they have more than 10 years of experience. So ഏതൊരു പേഷ്യൻ്റ് വന്നാലും we take a decision after discussing with everyone, and we strive forward to make sure that the patient gets the best and the optimal treatment. And we make sure that after discussing with everyone, even each and every doctor discuss with each other and make sure that we provide the best treatment for the patient, which is guideline directed and which is the best and which is needed for the patient. As the name suggests, Tiruvalla Medical Mission is a hospital with God's signature. So we make sure that the patient, whoever comes here, is in safe hands, and we make sure that we give our best to the patient, and hopefully we will be able to deliver good treatment and good care to the patient.